സഭ നാളെ തുടങ്ങിയാണ്. പ്രക്ഷുബ്ധമാകുമോ? സാധ്യത വളരെ കൂടുതലാണല്ലോ. വളരെ പ്രക്ഷുബ്ധമായൊരു നിയമസഭാ സമ്മേളനത്തിനായിരിക്കും ഇക്കുറി സാക്ഷ്യം വഹിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാന സർക്കാർ വളരെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്, പല കാരണങ്ങളാൽ. ഒന്നാമത്, കഴിഞ്ഞ സഭാ സമ്മേളനത്തിനും നമ്മുടെ ഇപ്പോൾ നടക്കാനിരിക്കുന്ന സഭാ സമ്മേളനത്തിനും ഇടയ്ക്ക് 4-5 കർഷക ആത്മഹത്യകൾ ഉണ്ടായി. ആ കർഷകാത്മഹത്യകളെല്ലാം തന്നെ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആത്മഹത്യകളുമായിരുന്നു. പല രീതിയിലുള്ള ആരോപണങ്ങൾ സർക്കാരിലേക്ക് വിരൽ ചൂണ്ടുന്ന ആത്മഹത്യകളാണ് നടന്നത്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ വിഷയത്തിൽ കേരളം മുഴുവൻ കണ്ട അന്നക്കുട്ടിയുടെയും മറിയക്കുട്ടിയുടെയും പ്രതിഷേധം. നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുമ്പം ക്ഷേമ പെൻഷൻ കിട്ടാതെ ഒരു ഭിന്നശേഷിക്കാരൻ ചക്കിട്ടപ്പാറയിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹവും എടുത്തുകൊണ്ട് കളക്ട്രേറ്റിലേക്ക് ആളുകൾ മാർച്ച് നടത്തുന്ന സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വിഷയങ്ങൾ വളരെ പ്രധാനമായിട്ട് അതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ അല്പം മുമ്പ് നമ്മുടെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞ കണക്ക് എക്സാലോജിക്ക് വളരെ മുന്നേറിയിരിക്കുന്നു ആ വിഷയം. ഇപ്പോൾ നേരത്തെ ഈ പറയുന്ന പലതരം രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പ്രതിരോധിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ വിജയനെ ഡയറക്റ്റായിട്ട് പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് വലിയൊരു പ്രതിസന്ധിയായിട്ട് നിശ്ചയമായും സർക്കാർ നേരിടും. എനിക്ക് തോന്നുന്നു എക്സാലോജിക്ക് തന്നെയായിരിക്കും ഈ സമ്മേളനത്തിൽ വളരെ പ്രധാനമായും എടുത്തു കാണിക്കുക. അതേപോലെ എല്ലാ മേഖലകളിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ധനപ്രതിസന്ധി, ആ ധനപ്രതിസന്ധിയുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന പദ്ധതി നിർവഹണത്തിലുണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ, അതെല്ലാം ഉന്നയിച്ചുകൊണ്ട് വളരെ ശക്തമായി പ്രതിപക്ഷത്തിന് ആഞ്ഞടിക്കാൻ കഴിയുന്ന ഒരു സമ്മേളനം തന്നെയാണ് വരുന്നത്. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ജീവൻ രക്ഷാ പ്രവർത്തനം പോലെയുള്ള നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ തന്നെയും വളരെ ശക്തമായിട്ട് ഉന്നയിക്കും. കാരണം കോൺഗ്രസിന് സഭയിൽ അത് ഉന്നയിച്ചേ പറ്റൂ. കാരണം കോൺഗ്രസിൻ്റെ യുവജന വിഭാഗമായി യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിപക്ഷമായി മാറി കേരളത്തിലുടനീളം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഒരു പാരൻ്റ് ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന് കൈയും കെട്ടി നിൽക്കാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ വളരെ ശക്തമായി തന്നെ കോൺഗ്രസ് ഉന്നയിക്കാൻ സാധ്യതയുള്ള, ഉന്നയിക്കേണ്ടി വരുന്ന ഒരു സമ്മേളനം തന്നെയായിരിക്കും ഇത്. എന്നാൽ മറിച്ച് സർക്കാരിൻ്റെ ഭാഗം നോക്കൂ, സർക്കാരിനാകപ്പാടെ പറയാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്ര അവഗണനയുടെ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണോ നവകേരള സദസ്സിലൂടെ സംസ്ഥാന സർക്കാർ ജനങ്ങളോട് പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തന്നെ നിയമസഭയിൽ ആവർത്തിക്കേണ്ടി വരും. അതിനപ്പുറത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ സർക്കാരിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എക്സാലോജിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായി ഞാൻ കാണുന്ന എക്സാലോജിക്കിൻ്റെ കാര്യത്തിനകത്ത് മുഖ്യമന്ത്രിയും പാർട്ടി ഒറ്റക്കെട്ടായിട്ട് അതിനെ പ്രതിരോധിക്കാൻ രംഗത്തിറക്കിയിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് അദ്ദേഹം സഭയിൽ വിശദീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഗവർണറുടെ കാര്യത്തിൽ UDFും അതുപോലെ തന്നെ LDFും ഒരുപോലെ ഒരു സമീപനം സ്വീകരിക്കുമോ? കേന്ദ്ര അവഗണനയുടെ വിഷയത്തിൽ UDF എത്രത്തോളം സർക്കാരുമായി സഹകരിക്കും? ഈ രണ്ട് പ്രശ്നങ്ങളും വളരെ പ്രധാനമാണ്. UDFന് ഈ സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയുടെ കാര്യത്തിൽ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഏകപക്ഷീയമായി ഈ സംസ്ഥാന സർക്കാരിനെ മാത്രം പ്രതിരോധത്തിലാക്കുന്ന ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷേ 2024 ഇപ്പം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ മുഖ്യ ആയുധം അതായിരിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എങ്കിൽ കൂടിയും അവർക്കൊരു രാഷ്ട്രീയ നിലപാട് എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് രാമക്ഷേത്രം പണിഞ്ഞതിൻ്റെ യൂഫോറിയ രാജ്യമെമ്പാടും നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് പല സംശയങ്ങൾ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ നിയമസഭയിൽ വളരെ ശക്തമായൊരു നിലപാട് അവർക്ക് യോജിപ്പോടുകൂടി എടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം കൂടി ഉരുത്തിരിയാം. അതൊക്കെ കൊണ്ട് വളരെ സവിശേഷമായൊരു സമ്മേളനമായിരിക്കും ഈ നടക്കാനിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി. Meet the editors.